മക്കളെ കീമിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് 2026 ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ അതായത് +2-ൻ്റെയും അതേപോലെ നാറ്റ സ്കോറും ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തിയ നാഷണൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ നാറ്റ 2025 അല്ലെങ്കിൽ 26 ഇത് എഴുതിയ കുട്ടികൾ ആ പരീക്ഷയിൽ ലഭിച്ച സ്കോറിനും അതേപോലെ അവർക്ക് +2-ന് കിട്ടിയ മാർക്ക് കൂടി ചേർത്ത് രണ്ടിനും ഈക്വൽ 50-50 പ്രപ്പോർഷനിലാണ് പരിഗണിക്കുക. അങ്ങനെ നോക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് 50-50 പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വലി കൺസിഡർ ചെയ്യും. നാറ്റ സ്കോറും +2 മാർക്കും ഈക്വലി കൺസിഡർ ചെയ്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ നാറ്റയിൽ കിട്ടിയ മാർക്കും അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ +2-ൻ്റെ മാർക്കും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് c.kerala.gov. എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കീം 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അതിൽ കുട്ടി അപേക്ഷാ നമ്പറും പാസ്വേഡും കൊടുത്ത് കുട്ടിയുടെ ഹോം പേജിൽ കയറുക. അപ്പോൾ അതിലിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, മാർക്ക് സബ്മിഷൻ ഫോർ BArch എന്നുണ്ടാവും, ആർക്കിടെക്ചർ കോഴ്സിൻ്റെ മാർക്ക് സബ്മിഷൻ. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നാറ്റ 2025-26 സ്കോർ കൊടുക്കാം. +2 പരീക്ഷയിൽ കിട്ടിയ മാർക്കും കൊടുക്കാവുന്നതാണ്. സപ്പോസ് നിങ്ങൾക്ക് +2-ൽ കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ആണെങ്കിൽ ആ ഗ്രേഡിന് തുല്യമായ മാർക്ക് നിങ്ങൾ കൊടുത്താൽ മതി. ഗ്രേഡ് അല്ല കൊടുക്കേണ്ടത്, ഗ്രേഡിന് ഇക്വലൻ്റ് ആയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതാണ് കൊടുത്തിരിക്കേണ്ടത്. ഇനി മാർക്കെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം അപ്ലോഡ് നാറ്റ സ്കോർ കാർഡ് ആൻഡ് +2 ഓർ ഡിപ്ലോമ ഓർ ഇക്വലൻ്റ് മാർക്ക് ഷീറ്റ്. അതായത് നിങ്ങൾ നിങ്ങളുടെ നാറ്റ സ്കോർ കാർഡും അപ്ലോഡ് ചെയ്യണം, +2-ൻ്റെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇത് PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ കൃത്യം അല്ലെങ്കിൽ വ്യക്തതയുള്ളതായിരിക്കണം, വായിക്കാൻ കഴിയുന്നതായിരിക്കണം, ബ്ലർഡ് ഒന്നും ആയിരിക്കരുത്, ക്ലാരിറ്റി ഉള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് പ്രിന്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കാം. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചേക്കുക. ഇത് അയക്കേണ്ടതൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ഒരു അക്നോളജ്മെൻ്റ് ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അത് അവിടെ സൂക്ഷിച്ചു വെച്ചു. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഡോക്യുമെൻ്റ് ഇതാണ്, അതുകൊണ്ട് അത് സൂക്ഷിച്ചു വയ്ക്കുക. ഇനി അതിൽ മാർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ CBSE പോലെ സെക്കൻഡ് ഇയറിൽ മാത്രം എക്സാം ഉള്ള ബോർഡുകളിലാണെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് മാത്രം കൊടുത്താൽ മതി, ആ മാർക്ക് ലിസ്റ്റ് കൊടുത്താൽ മതി. എന്നാൽ നേരെ തിരിച്ച് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലുള്ള 2 വർഷവും എക്സാം ഉള്ള കേസിലാണെങ്കിൽ അവർ 2 വർഷത്തെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റുകൾ അത് കമ്പൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല സെപ്പറേറ്റ് ആണെങ്കിൽ അത് രണ്ടും ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതുപോലെ ഡിപ്ലോമ കുട്ടികളാണെങ്കിൽ എല്ലാ സെമസ്റ്ററിൻ്റെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തിയ ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി മാർക്ക് ലിസ്റ്റുകളെല്ലാം പ്രത്യേകം PDF ഫയൽ, ഒന്നിലധികം മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ PDF ഫയലുകളെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. നാറ്റ സ്കോർ കാർഡ് അങ്ങനെ അപ്ലോഡ് ചെയ്യാം. +2 മാർക്ക് ലിസ്റ്റ് ഒന്നിലധികം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മെർജ് ചെയ്തിട്ട് ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. ഓരോന്നും സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാതെ മെർജ് ചെയ്തിട്ട് ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇനി ഈ നാറ്റ മാർക്ക് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ നാറ്റ സ്കോർ കാർഡ് കൊടുക്കുന്നതിനും +2 മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നതിനുമൊക്കെയുള്ള സമയം ജൂലൈ 3 രാത്രി 11:59 വരെ മാത്രമാണ്. അതായത് ജൂലൈ 3 രാത്രി 11:59 വരെ മാത്രമേ ഇതിനുള്ള സമയം ഉണ്ടാവൂ. ഇനി ഈ പറഞ്ഞ പ്രകാരം വെബ്സൈറ്റ് വഴി ആ സമയത്തിനുള്ളിൽ നാറ്റയുടെ സ്കോറും +2 സ്കോറും കൊടുക്കാത്ത കുട്ടികളെ ഒരു കാരണവശാലും റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ നാറ്റയുടെ അല്ലെങ്കിൽ BArchൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് മാത്രമാണ് ആർക്കിടെക്ചറിന് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ പ്രൊസീജിയർ ചെയ്യണം. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇത്രയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.